മുത്തശ്ശിമാവിൽ നിന്ന് കണ്ണെടുക്കാതെ ആ സ്കൂൾ ഗേറ്റിൽ പിടിച്ച് ഞാൻ നോക്കി നിന്നു. കരച്ചിൽ പുറത്തേക്കെടുക്കാൻ കഴിയാത്തതുകൊണ്ട് ചങ്കിനുള്ളിൽ വല്ലാത്തൊരു വേദന അനുഭവപ്പെട്ടു. ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു പടിയിറക്കമായിരുന്നു അത്. അച്ഛനും അമ്മയും മുത്തശ്ശിയും പേരക്കുട്ടികളും തുടങ്ങി എല്ലാവരും ഒരുക്കി അക്ഷരങ്ങൾ എഴുതിയ ഒരു സർക്കാർ സ്കൂൾ കാലഘട്ടമെങ്കിലും കഴിഞ്ഞു പോവാത്ത ഒരു നാടും ഉണ്ടാവാതിരിക്കില്ല. അത്തരത്തിൽ ഒരു സ്കൂൾ എൻ്റെ ചെറിയ ഗ്രാമത്തിലും ഉണ്ടായിരുന്നു. സ്കൂളിന് മുന്നിൽ വലിയ ഗമയോടെയെങ്കിലും ഒട്ടും വിവേചനമില്ലാതെ അരികെ ചെല്ലുന്നവർക്കൊക്കെ വിശ്രമിക്കാൻ ഇരിപ്പിടവും രസം നുണയാൻ എല്ലാ വർഷക്കാലത്തും മാങ്ങയും തരുന്ന ഒരു മുത്തശ്ശിമാവും ഉണ്ടായിരുന്നു. ഇൻ്റർവെൽ സമയങ്ങളിൽ ഞങ്ങൾ കുട്ടികൾ അതിൻ്റെ തടിച്ച വേരുകളിൽ പലതരം കളികൾ കളിച്ചു. ക്ലാസ് മുറികളിൽ അധ്യാപകർ എണ്ണാൻ പഠിപ്പിച്ചെങ്കിലും ഞങ്ങൾ തെറ്റാതെ എണ്ണിത്തുടങ്ങിയത് മുത്തശ്ശിമാവിൻ്റെ വീർത്ത പള്ളയിൽ കണ്ണുപൊത്തി സാറ്റ് കളിച്ചപ്പോഴായിരുന്നു. വല്ലപ്പോഴും പോക്കറ്റ് മണിയായി കിട്ടിയിരുന്ന 25 പൈസ 50 പൈസ നാണയത്തുട്ടുകളെ ഞാൻ മറികടന്നത് ആ മാവിലയിലെ നോട്ടുകെട്ടുകൾ കൊണ്ടായിരുന്നു. ബെല്ലടിച്ചിട്ടും ക്ലാസ്സിൽ കയറാത്ത ഞങ്ങളെ ക്ലാസ് ടീച്ചറുടെ അടി കൊള്ളാതെ കാത്തത് പേരക്കുട്ടികളെ അച്ഛനമ്മമാർ തല്ലാതിരിക്കാൻ മുത്തശ്ശി മാറ്റി പിടിക്കുന്നത് പോലെ ചേർത്ത് പിടിച്ചതും ആ മാവായിരുന്നു. വെള്ളിയാഴ്ചകളിലെ സാഹിത്യ സമാജവും കലോത്സവ സമയങ്ങളിലെ വ്യത്യസ്ത ഹൗസ് ചർച്ചകളും സ്കൂളിൽ വരുന്ന തെരുവ് നാടകക്കാരുടെ വേദ്യവുമൊക്കെയായി നമ്മുടെ നായിക അങ്ങനെ തല ഉയർത്തി നിന്നു. കളിയും കാര്യവുമായി എൻ്റെ 7ാം ക്ലാസ് ബാച്ചും പടിയിറങ്ങാറായിരുന്നു. സെൻഡ് ഓഫ് എന്ന് ഓമനപ്പേരിട്ട ആ വിടവാങ്ങൽ ചടങ്ങ് കഴിഞ്ഞ് പ്രിയപ്പെട്ട ടീച്ചേഴ്സ് സംസാരിച്ചുകൊണ്ട് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി നടക്കുന്നത് ഞാൻ ഇമവെട്ടാതെ നോക്കി നിന്നു. അവർ എനിക്ക് കേവലം അധ്യാപകർ മാത്രമായിരുന്നില്ലല്ലോ. കുഞ്ഞേ എന്നുള്ള ഇന്ദിര ടീച്ചറുടെ വിളി കേട്ട് സ്കൂളിൻ്റെ പടി ചവിട്ടിയ അന്നു മുതൽ അവരായിരുന്നില്ലേ എനിക്കെല്ലാം. ആദ്യമായി വീടിനെ വിട്ട് സ്കൂൾ പടി കയറിയപ്പോൾ ചേർത്ത് നിർത്തി ഉമ്മയും ഉപ്പയുമായവർ, കുഞ്ഞിക്കൈകൾ പിടിച്ച് ആദ്യ അക്ഷരം എഴുതിപ്പിച്ചവർ. കേവലം പുസ്തകങ്ങളിൽ മാത്രം ഒതുക്കാതെ സിലബസുകൾക്കപ്പുറത്തേക്കുള്ള ജീവിതത്തിലേക്ക് വാതിൽ തുറന്നു തന്നവരായിരുന്നു അവർ. കലോത്സവ വേദികൾ കീഴടക്കാൻ കട്ടക്ക് കൂടെ നിന്നവർ. സുനിൽ സാറും സജീൻ സാറും വിലാസിനി ടീച്ചറും ശോഭന ടീച്ചറും രമ ടീച്ചറും എൽദോ സാറും തുടങ്ങി പേര് പറഞ്ഞാൽ തീരാത്തത്ര ഒരു പറ്റം അധ്യാപകർ ചേർന്നപ്പോൾ അവിടെ വേരുറപ്പിച്ചത് ഒരു പടുകൂറ്റൻ വൃക്ഷമായിരുന്നു. അവസാനം പടിയിറങ്ങി നടന്നകലുമ്പോൾ ചങ്ങാതികൾക്കൊത്ത് പ്രേതനഖങ്ങൾ ഉണ്ടാക്കി കളിച്ച ആ വാഘമരത്തിൽ നിന്നും ഒരില മെല്ലെ അടർന്നു വീഴുന്നുണ്ടായിരുന്നു.